വാസുവാ, ഉണ്ണി ഉറങ്ങി. പകൽ അവൾ ഇവിടെ കിടക്കട്ടെ, രാത്രി ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം. പിന്നെ എൻ്റെ 3 മക്കളും എൻ്റെ ഈ നെഞ്ഞത്ത് കിടന്നല്ല വളർന്നേ, അതുപോലെ അവളെയും വളർത്ത. എന്തേലും കഴിച്ച രണ്ടാളും? ഞാൻ ചോറും ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വാസുവാ, ഭക്ഷണം കഴിക്ക്. ചെല്ലും മോനെ, ഭക്ഷണം കഴിക്ക്. എന്തീ കോലം? ഒന്ന് പോയി കുളിച്ചേ. ജമീൽത്ത പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ശാന്ത മരിച്ചിട്ട് 7 ദിവസമായാലും വാസേട്ടാ. ചിലതൊക്കെ മറക്കാനും പൊറുക്കാനൊക്കെ നമുക്ക് കഴിയണം. രണ്ടാളെ ഏറ്റു പോയിട്ട് കുളിച്ച് ഭക്ഷണം കഴിക്കും. വായോ, വന്നേ മോനെ. അമ്മ പതുക്കെ. അമ്മയുടെ മോനല്ലേ? അമ്മ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കൂ. പറമ്മ. ആകില്ലേനെ മോൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരൂ. അതൊന്നും നടക്കൂലമ്മ. അങ്ങനെ പറയല്ലേ മോനെ. മോൻ പറഞ്ഞ അവളനുസരിക്കില്ലേ? നോക്കമ്മ. രാരിരം രാരിരം വാവേ, എട്ടൻ്റെ താരാട്ടു കേട്ടൊന്നുറങ്ങ്. രാരിരം രാരിരം വാവേ, എട്ടൻ്റെ താരാട്ടു കേട്ടൊന്നുറങ്ങ്. സ്നേഹിച്ച് കൊതി തീരും മുമ്പ് നമ്മളെ വിട്ടു പിരിഞ്ഞില്ലേ അമ്മ. മുലയൂട്ടും പ്രായത്തിലമ്മ പൂമോളെ വിട്ടു പിരിഞ്ഞില്ലേ വാവേ. രാരിരം രാരിരം വാവേ, എട്ടൻ്റെ താരാട്ടു കേട്ടൊന്നുറങ്ങ്. രാരിരം രാരിരം വാവേ, എട്ടൻ്റെ കിക്കേട്ടാ, കിക്കേട്ടാ. ആ അഖിലേ, എന്താ കാര്യം? എന്താ മോളെ, എന്താ ഈ ബാഗൊക്കെ ഒറ്റയ്ക്ക്? അച്ഛാ, ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതാണ്. എന്നെ തിരിച്ചയക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം? തെറ്റുകൾ ഒരുപാട് പറ്റിപ്പോയി കിക്കേട്ടാ. എന്നോട് ക്ഷമിക്കണം. എന്റെ വാക്കുകളോട് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അമ്മയില്ലാത്ത കുഞ്ഞിനെ അമ്മയാവാൻ എനിക്ക് കഴിയും. നീ എവിടെ പറയുന്നു മോളെ? ഇത് കയറി ഭാഗത്തേക്ക്. മോനെ, ഉണ്ണി ഉറങ്ങിയാ? ഉറങ്ങി. ജമീൽത്താക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അഖില, അഖില. അഖിലയുടെ അമ്മ അച്ഛനല്ല വരുന്നത്. വസന്തി, നീ അവിടെ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ചേട്ടൻ പറയണേ? എത്ര കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയില്ല ദൈവം. മോളെ കൊണ്ട് വിളിച്ചേ. വാസന്തി, ഇതൊരു മരണം നടന്ന വീടാണ്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് വാസന്തിയുടെ തനി സ്വഭാവം ഇവിടെ എടുക്കാത്തത്. എനിക്ക് എന്റെ മോളെ വേണം. അവളെ ഞാൻ കൊണ്ടുപോകും. വിളിക്കണം എന്റെ മോളെ. നിങ്ങൾ വിളിച്ചാ അവള് വരുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ. മോളെ ദാസ, നിന്റെ മോളെ ഞങ്ങൾ ഇവിടെ ആരും പിടിച്ചൊന്നും വെച്ചിട്ടില്ല. അവള് വരുമെങ്കിൽ നീ വിളിച്ചോണ്ട് പോയിക്കോ. മോളെ, അഖിലേ, മോളെ നമുക്ക് വീട്ടിൽ പോവാം മോളെ. ഇപ്പോഴാവുമ്പോ നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. അച്ഛന്റെ മോളല്ലേ, നമുക്ക് പോകാം കുട്ടി. ഇല്ല അച്ഛാ, കിക്കേട്ടന് അച്ഛനും ആ കിടക്കണ കുഞ്ഞിനെയും വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. നിന്നെ വളർത്തി പഠിപ്പിച്ച് ഇത്രയാക്കാങ്കില് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവാനുള്ള നിയമം എനിക്കറിയാടി. ആ നിയമം തന്നെയല്ലേ 5 വർഷമായിട്ട് നിങ്ങൾ എന്നെ പഠിപ്പിച്ചത്. ഒരു നിയമത്തിനും ഈ വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. വസന്തി, ഇനി അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല.
ഇത് അവളുടെ ഉറച്ച തീരുമാനം. വാ നമുക്ക് പോകാം. മോളെ മോളെ നാളെ നീ വീട്ടിലേക്ക് വരണം. വരുമ്പോ അവനെ കൊണ്ടുവരും. മോളെ നാളെ വരുമ്പോഴേ കുഞ്ഞിനെ കൂടി ഒന്ന് കൊണ്ടുവരണം കേട്ടോ. എന്തായി പോയ കാര്യം? അപ്പോളോ ഞങ്ങളുടെ കുടുംബം കോളം തോണ്ടിയത് താൻ ഒരാളാണ്. താൻ പോടുന്ന ഞാൻ പോണേ. എന്താണ് മോളെവിടെ? ഇതാണ് മോളുടെ അമ്മ. അതെ, എന്നാ ഞാൻ പോട്ടെ മോളെ. കേട്ടാ മോനെ, പോട്ടെ കേട്ടാ രണ്ടാളോട്. അഞ്ചാം പാടിലെ പ്രണയം അവസാനിച്ച് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആരോട് പറയും? മെമ്പറിന് 6-ാം പാടി പോയി പറഞ്ഞാൽ മതി. അപ്പൊ അവസാനിച്ച് ശുഭം പാടി. പ്രിയപ്പെട്ട അഞ്ചാം പാടിലെ വോട്ടർമാരെ, അഞ്ചാം പാടിലെ പ്രണയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 6-ാം പാടിൽ വെച്ച് കാണാം.